ഈ അനുഗ്രഹീതമായ സമയത്ത് ഗാന്ധി പാർക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ നിലകളിൽ തിരക്കായിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ സ്നേഹിതരോട് ഉന്നതനായിരിക്കുന്ന ഉയർന്നവനായ ശാശ്വതവാസിയായ അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച് പാടുവാനും പറയുവാനും ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് വളരെ ശ്രേഷ്ഠമേറിയ ഒരു കാര്യമായിട്ട് കാണുന്നു. 1948 ജനുവരി മാസം 30-ാം തീയതി അതായത് ഇതുപോലൊരു ദിവസം ഈ ഗാന്ധി പാർക്കിനെ ഓർമ്മിപ്പിക്കുന്ന മഹാത്മാ ഗാന്ധിജി എന്ന് പറയുന്ന മനുഷ്യനെ ലോകത്തുനിന്ന് മരണം മുഖേന മാറ്റപ്പെടുത്തുവാനായിട്ടിടയായിട്ട് തീർന്നു. തൻ്റെ സ്നേഹിതരെന്ന് കരുതിയ, തൻ്റെ കൂടപ്പിറപ്പുകളെന്ന് കരുതിയ, താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന തൻ്റെ ജനത്താൽ താൻ ഈ ലോകം വിട്ട് മാറ്റപ്പെടുവാനിടയായിട്ട് തീർന്നു. അതും ഒരു ജനുവരി 30 എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരിക്കുന്നു. അതേ ജനുവരി 30-ാം തീയതി ഈ ഗാന്ധി പാർക്കിൽ നിന്നുകൊണ്ട് ഗാന്ധിജിയെക്കുറിച്ചല്ല ഞങ്ങൾ ഇന്ന് പകൽക്കാലം പ്രസംഗിക്കുന്നത്, മറിച്ച് കർത്താവായ യേശുക്രിസ്തു എന്ന അനുഗ്രഹീതനായ വ്യക്തിത്വത്തെക്കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്ന അനുഗ്രഹീത വ്യക്തിത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനുള്ള കാരണങ്ങൾ നിരവധിയാണ്. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങൾ പാടിയ പാട്ടിൻ്റെ ഓരോ ലൈനുകളും ആ വ്യക്തിത്വത്തിൻ്റെ വളരെ വിചിത്രമായിരിക്കുന്ന, വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ വിളിച്ചു പറയുന്ന വരികളായിരുന്നു. അത് ശ്രദ്ധിച്ചുവെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുകയാണ്. കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് ഞാൻ വിശദീകരിക്കുന്നത്. എൻ്റെ പിന്നാലെ കടന്നു വരുന്ന ദൈവദാസന്മാരും ഗായകരും എല്ലാം തന്നെ ഈ യേശുക്രിസ്തുവിൻ്റെ വിവിധങ്ങളായ സ്വഭാവങ്ങൾ വിശദീകരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്ന അനുഗ്രഹീതനായ വ്യക്തിത്വം 33.5 വയസ്സ് മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. 148 മുതൽ 160 വരെ കിലോമീറ്ററുകൾ മാത്രം സഞ്ചരിച്ചിരുന്ന ഈ 33.5 വയസ്സുകാരനെ കുറിച്ച് തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ, നമ്മുടെ അനന്തപുരിയുടെ മണ്ണിൽ ഇന്ന് വൈകിയ വേളയിൽ പ്രഘോഷിക്കുവാനുള്ള കാരണം എന്താണ്? യേശുക്രിസ്തുവിനെ വിസ്തരിച്ചു കൊണ്ടിരിക്കുന്ന പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ വിളിച്ചു കൊണ്ടുപോയി ഒരു മുറിക്കകത്ത് വെച്ച് യേശുവുമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ യേശുവുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം. അദ്ദേഹം യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: സത്യമെന്നാൽ എന്താണ്? സത്യമെന്നാൽ എന്താണ്? ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും സത്യാന്വേഷികൾ ഒട്ടനേകം പേരുണ്ട്. സത്യത്തെ അന്വേഷിക്കുന്നവരാണ് മനുഷ്യവർഗം. കർത്താവായ യേശുക്രിസ്തുവിനെ കൂട്ടിക്കൊണ്ടുപോയി പീലാത്തോസ് യേശുവിനോട് ചോദിക്കുകയാണ്, സത്യം എന്നാൽ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപനം ചില നാളുകൾക്ക് മുൻപ് പാലസ്തീൻ്റെ വിരിമാറിലൂടെ യേശു കർത്താവ് നടന്നു പോകുമ്പോൾ യേശു കർത്താവ് ആ പ്രഖ്യാപനത്തിന് ഉത്തരമായി യേശു കർത്താവ് പറഞ്ഞു വെച്ചിരുന്നു. യേശു കർത്താവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. നമ്മുടെ പണ്ടത്തെ മുനീവരന്മാർ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയെക്കുറിച്ച് വിശദീകരിക്കുവാൻ എനിക്ക് നിർവാഹമില്ല. പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: അസത്തോമ സദ്ഗമയ, മൃത്യോമ അമൃതംഗമയ, തമസോമ ജ്യോതിർഗമയ എന്നാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് മനുഷ്യനെ നയിക്കണം. ഏത് മതങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാലും മതത്തിൻ്റെ എല്ലാം സാരാംശം എന്ന് പറയുന്നത് അസത്യത്തിൽ, അന്ധതയിൽ തപ്പിക്കിടക്കുന്ന മനുഷ്യനെ വെളിച്ചത്തിലേക്ക് കരം പിടിച്ചുയർത്തുന്നതാണ് മതങ്ങളുടെ ആശയം. എന്നാൽ ഇവിടെ ഇതാ പാലസ്തീൻ്റെ വിരിമാറിൽ നടന്നു പോകുന്ന ഈ മനുഷ്യൻ പാലസ്തീൻ്റെ തൻ്റെ മുൻപാകെ കടന്നു വന്ന് കേൾവിക്കാരോട് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇന്ന് വൈകിയ വേളയിൽ എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, ഈ സത്യമാകുന്ന ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങളൊന്നറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തു സത്യവാനാണ്. യേശുക്രിസ്തു സത്യവാനാണ് എന്നുള്ളതിന് ഒട്ടനേകം തെളിവുകളുണ്ട്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ ചുരുങ്ങിയ നിമിഷം കൊണ്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ ചോദിക്കുകയാണ്. യേശു കർത്താവിനെ കുറിച്ച് യേശു കർത്താവ് സത്യമാണ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ് എന്ന് പറയുന്നത് ചരിത്ര തെളിവുകളാണ്.
യേശു കർത്താവിനെ കുറിച്ചും യേശു കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചും പറയുന്ന പ്രഗത്ഭന്മാരായ രണ്ടുമ്പോൾ യേശു കർത്താവിനെ കുറിച്ച് ജോസിഫസ് എഴുതുന്ന ഇങ്ങനെയാണ്: പാലസ്തീൻ്റെ വിരുമാറിൽ 33.5 വയസ്സുകാരനായി ഒരു വ്യക്തി ജീവിച്ചിരുന്നു. അദ്ദേഹത്തെ മനുഷ്യനെന്ന് വിളിക്കണമോ ദൈവമെന്ന് വിളിക്കണമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ജോസിഫസ് എന്നിട്ട് എഴുതുകയാണ്, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അദ്ദേഹം സത്യവാനായിരുന്നു എന്ന്. എന്നെ കേൾക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, ലോകത്തിൻ്റെ മുമ്പാകെ ചരിത്രത്തിൽ സത്യവാൻ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന ഏക വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുക്രിസ്തുവിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ ഇന്ന് വൈകിവേളയിൽ പ്രസംഗിക്കുന്നത്? അതിനൊന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, യേശുക്രിസ്തുവിനെ പോലെ സത്യവാനായ ഒരു യുഗപുരുഷൻ, ഒരു ചരിത്രകാരൻ, അല്ലെങ്കിൽ യേശു കർത്താവിനെ പോലെ സത്യവാനായ ഒരു ദൈവത്തെ നിങ്ങൾക്ക് ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യേശു കർത്താവിനെ കുറിച്ച് ഒന്നോ രണ്ടോ ചരിത്രകാരന്മാരല്ല പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് ചരിത്രകാരന്മാർ ഒട്ടനേകം പേര് എഴുതിയിട്ടുണ്ട്. യേശു കർത്താവിനെ കുറിച്ച് എഴുത്തുകാരനായിരിക്കുന്ന നൈനാൻ എഴുതിയിരിക്കുന്നത് യേശു കർത്താവ് സത്യവാനായ വ്യക്തി എന്നാണ്. യേശു കർത്താവിനെ കുറിച്ച് സ്വാമി വിവേകാനന്ദൻ എഴുതി വെച്ചിരിക്കുന്നത് യേശു കർത്താവ് ഒരു പുണ്യപുരുഷൻ എന്നാണ്. യേശു കർത്താവിനെ കുറിച്ച് നെപ്പോളിയൻ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഒരു സ്നേഹവാനായ ദൈവം ഈ ഭൂപരപ്പിൽ ഇല്ല എന്നാണ്. അങ്ങനെ നിരവധി ആൾക്കാർ യേശുക്രിസ്തു സത്യവാനാണ് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തു സത്യവാനാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ചരിത്രത്തിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യേശു കർത്താവ് സത്യവാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. രണ്ട്, യേശു കർത്താവ് സത്യവാൻ എന്ന് പറയുവാനുള്ള കാരണം എന്താണ്? യേശു കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: യേശു കർത്താവ് സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്ന്. ഭൂപരപ്പിൽ എത്രയോ മസ്തിഷ്കമല്ലന്മാർ ജനിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. ലോകത്തെ കിടുകിട വിറപ്പിച്ച വമ്പന്മാരും കൊമ്പന്മാരും ഈ ഭൂപരപ്പിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് വൈകിവേളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകത്തിൽ സത്യദൈവമെന്ന് പറയുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് നസ്രത്തുകാരനായ ഈ 33 വയസ്സുകാരനായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്, ഇവൻ സത്യദൈവമെന്ന്. നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഒരു നേതാവിൻ്റെ പിന്നാലെയോ ഒരു മതഗുരുവിൻ്റെ പിന്നാലെയോ ആൾക്കാർ അനുയായികളായി പോയതിനു ശേഷം അവർ പറയുന്ന വാചകങ്ങൾ എഴുതുന്ന പുസ്തകങ്ങളും അവർ പറയുന്ന വാചകങ്ങൾ എഴുതുന്ന ലേഖനങ്ങളുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ അവർ പറയുന്നത്? നമുക്കറിയാമല്ലോ, വിദേശ വനിതയായിരിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലൊരു പ്രഗത്ഭയായ ഒരാളെ കുറിച്ച് അവൾ എഴുതി വെച്ചു. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷ എടുത്തു കളഞ്ഞ് ഒരാളെയാണ് ഞാൻ അനുഗമിച്ചത്. അങ്ങനെയാണ് ഇവിടെയുള്ള ലോകത്തിലുള്ള നേതാക്കന്മാരെല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു നേതാവിൻ്റെ പിന്നാലെ കുറേ അനുയായികൾ പോയിട്ട് 3.5 വർഷവും 4 വർഷവും 5 വർഷവും ഒക്കെ പോയിട്ട് അവർ അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ജീവിതം പാഴായിപ്പോയി, 5 വർഷം അയാളുടെ പിന്നാലെ പോകാൻ പാടില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാമോ, 3.5 വർഷക്കാലം യേശുക്രിസ്തുവിൻ്റെ കൂടെ യേശു കർത്താവ് ചെയ്ത അത്ഭുതവും യേശു കർത്താവ് പഠിപ്പിച്ച പഠിപ്പിക്കലുകളുമെല്ലാം അനുഭവിച്ചറിഞ്ഞ് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞത്, യേശു കർത്താവ് ഒരു കള്ളനെന്നല്ല, യേശു കർത്താവ് ഒരു കൊലപാതകനെന്നല്ല, യേശു കർത്താവ് ഒരു മോഷ്ടാവെന്നല്ല. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ ഈ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞത്, യേശു ക്രിസ്തു സത്യ ദൈവമെന്നാണ്. എന്നെ കേൾക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, നിങ്ങൾ മനസ്സിലാക്കണം, ലോക ചരിത്രത്തിൽ സത്യദൈവമെന്ന് അവതരിക്കപ്പെട്ട, സത്യദൈവമെന്ന് വിഭാവനം ചെയ്തപ്പെട്ട, സത്യദൈവമെന്ന് മറ്റുള്ളവർ പറഞ്ഞ് അല്ലെങ്കിൽ പ്രസംഗിച്ച, ഞാനാണ് സത്യവാനെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് മറ്റൊരാളത്വമില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗവും വിടുകയാണ്. അപ്പോൾ യേശു കർത്താവിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നു, യേശു കർത്താവ് സത്യവാനായ ദൈവമാണ് എന്ന്. യേശു കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ്, യേശു കർത്താവ് സത്യദൈവമാണ് എന്ന്. ഇനി കുറച്ചുകൂടെ മുൻപോട്ട് പോയാൽ ഈ 33.5 വയസ്സുകാരനായ യേശുക്രിസ്തു തന്നെ കുറിച്ച് എന്താ പറഞ്ഞതെന്നറിയാമോ? സാക്ഷ്യം നിൽക്കുന്നു എന്ന്. എന്നെ കേൾക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, സത്യത്തിന് സാക്ഷി നിൽക്കുന്ന സത്യവാനായ ദൈവം. യോഹന്നാൻ എന്ന് പറയുന്ന ബൈബിളിൽ ഒരു പുസ്തകമുണ്ട്. ആ യോഹന്നാന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു കേൾപ്പിച്ച വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ തന്നെ വഴിയും സത്യവും
ജീവനുമാകുന്നു എന്ന്. യേശുക്രിസ്തു സത്യവാനായ ദൈവമാണ്. യേശു കർത്താവിൻ്റെ സാക്ഷ്യവും യേശു കർത്താവിന് ശിഷ്യന്മാരെ സാക്ഷ്യവും യേശു കർത്താവിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറഞ്ഞ സാക്ഷ്യവും വെച്ച് ഇന്ന് വൈകിവേളയിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, യേശു കർത്താവ് സത്യവാനായ ദൈവമാണ്. ഇനി മുൻപോട്ട് പോയാൽ യേശു കർത്താവ് സത്യവാനാണെന്ന് അവതരിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. വിശുദ്ധ വേദപുസ്തകം 17-ാം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇത് സത്യവചനം എന്നാണ്. ബൈബിൾ എന്ന് പറയുന്ന ഈ പുസ്തകം നിങ്ങളൊരു പക്ഷെ വായിച്ചിട്ടുണ്ടാകാം, നിങ്ങളൊരു പക്ഷെ കണ്ടിട്ടുണ്ടാകാം, കേട്ടിട്ടുണ്ടാകാം. ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം ഇത് ക്രൈസ്തവരുടെ മതഗ്രന്ഥമാണ് എന്ന്. എന്നാൽ നിങ്ങൾക്കറിയാമോ, 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ, അതായത് സത്യവേദ പുസ്തകത്തിൽ ഒരിടത്തു പോലും ഇതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമാണ് ബൈബിൾ എന്ന് ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആരൊക്കെയോ പറഞ്ഞു പരത്തിയ ഒരു നുണക്കഥയാണ് ഇത് ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥമെന്ന്. അതുകൊണ്ട് ഇന്ന് വൈകിയവേളയിൽ ഈ ക്രൈസ്തവ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന ബൈബിൾ യേശുക്രിസ്തുവിനെ സത്യവാനായിട്ട് അവതരിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, ആ ബൈബിൾ തന്നെ സത്യഗ്രന്ഥം എന്ന് പറയുന്നു. ഏകദേശം 40ഓളം എഴുത്തുകാർ ലോകത്തിലെ പ്രധാനപ്പെട്ട 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ അനുഗ്രഹീതമായ ഗ്രന്ഥം എഴുതി തീർക്കുകയാണ്. 40ഓളം എഴുത്തുകാർ ലോകത്തിൻ്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രധാനപ്പെട്ട 3 ഭാഷകളിൽ ഈ അനുഗ്രഹീതമായ ഗ്രന്ഥം എഴുതി തീർക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ 66 പുസ്തകങ്ങളാണുള്ളത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നീണ്ടുകിടക്കുന്ന 66 പുസ്തകങ്ങളും. ഈ 66 പുസ്തകങ്ങൾ നിങ്ങളൊന്ന് വായിക്കാനായിട്ട് ശ്രമിച്ചാൽ ഓരോ പുസ്തകം തീരുന്നിടത്തു നിന്ന് അടുത്ത പുസ്തകം ആരംഭിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ എഴുത്തുകാർ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല. ലോകത്തിൻ്റെ 3 വൻകരകളിൽ ഇരുന്നു കൊണ്ട് 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇവർ എഴുതുന്ന എഴുത്തുകൾ ഇന്നൊന്നും സുലഭമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണോ മോശ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതി നിർത്തിയത്, അവിടെ നിന്നാണ് യെശയ്യാവ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതി തുടങ്ങുന്നത്. അങ്ങനെ പരസ്പര വിരുദ്ധമായി ഒരു കാര്യവുമില്ലാതെ ഒരു മാലയുടെ മുത്തു കോർക്കുന്നത് പോലെ എഴുതി തീർക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്ന ഈ അനുഗ്രഹീതമായ ഗ്രന്ഥം. അതുകൊണ്ട് ഈ ഗ്രന്ഥം ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് വായിക്കണം എന്ന് ഞാൻ ശുപാർശ ചെയ്യുകയാണ്. ഈ പുസ്തകം വിളിച്ചു പറയുന്ന വ്യക്തിത്വം കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ പുസ്തകം തന്നെ പറയുകയാണ്. ഈ പുസ്തകത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും ഈ പുസ്തകം സാക്ഷ്യം പറയുകയാണ്. ഈ പുസ്തകത്തിൽ തെറ്റില്ല, സത്യമായ പുസ്തകം എന്നാണ്. അതായത് സത്യവാനായ ക്രിസ്തു യേശുവിനെ കുറിച്ച് അവതരിപ്പിക്കുന്ന ഗ്രന്ഥം ഒരു അസത്യ ഗ്രന്ഥമല്ല, കള്ളങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്രന്ഥമല്ല, ഏതെങ്കിലും കിളവിക്കഥകൾ എഴുതി തീർത്ത ഒരു ഗ്രന്ഥമല്ല, ഏതെങ്കിലും പൊട്ടക്കഥകൾ എഴുതി ചേർത്തിരിക്കുന്ന ഒരു ഗ്രന്ഥമല്ല. ഇത് സത്യ ഗ്രന്ഥമെന്നാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ തലവാചകത്തിൽ, ഇതിൻ്റെ പുറന്താളിൽ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ഈ പുസ്തകത്തിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് സത്യ വേദ പുസ്തകമെന്നാണ്. ലോകത്തിലെ എല്ലാ മതങ്ങൾക്കും അവരുടേതായ മതഗ്രന്ഥമുണ്ട് എങ്കിലും ലോകത്തിൻ്റെ മുമ്പാകെ സത്യഗ്രന്ഥമായി നിലനിൽക്കുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ, അത് വിശുദ്ധ വേദ പുസ്തകം മാത്രമാണ്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഈ സത്യവാനായ യേശുക്രിസ്തുവിനെ ആ വിശുദ്ധ വേദപുസ്തകം അവതരിപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ഒരു കൊള്ളരുതാത്തവനായിട്ടല്ല അവതരിപ്പിക്കുന്നത്. സത്യമായി ചരിത്രത്തെ സാക്ഷി നിർത്തി ഈ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ ഗ്രന്ഥം എത്തിയെടുത്തെല്ലാം മാറ്റമുണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഗ്രന്ഥം എവിടെയൊക്കെ എത്തിയെന്നറിയാമോ? ഈ ഗ്രന്ഥം എത്തപ്പെടാത്ത സ്ഥലങ്ങൾ വളരെ ചുരുക്കമേ ഉള്ളൂ. പക്ഷെ ചില രാജ്യങ്ങൾ ഈ ഗ്രന്ഥം വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. ഒട്ടനേകം രാജ്യങ്ങൾ വേണ്ട എന്ന് വെച്ചിരുന്നു. പക്ഷെ അതൊക്കെ തുറന്നു കൊടുത്തപ്പോൾ അവിടെയെല്ലാം മാറ്റമുണ്ടാകുവാൻ ഇടയായിട്ട് തുറന്നു. പ്രസംഗ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ പുസ്തകം എത്തിയെടുത്തെല്ലാം മാറ്റത്തിൻ്റെ മാറ്റലി ഉണ്ടാകുവാൻ ഇടയായിട്ട് തീർന്നു. ഒരു കാലഘട്ടത്തിൽ കറുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെട്ടിരുന്ന ആഫ്രിക്കയിൽ ഈ പുസ്തകം എത്തിയപ്പോൾ അവിടെ മാറ്റമുണ്ടായി. പ്രിയമുള്ളവരെ, ഇക്കഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് നരഭോജികളായിരുന്ന മനുഷ്യരെ തിന്നുന്ന ആൾക്കാരുടെ അടുക്കലേക്ക് ഈ സത്യഗ്രന്ഥം എത്തിയപ്പോൾ അവർ മനുഷ്യരെ സ്നേഹിക്കുന്നവരായി മാറുവാനിടയായിട്ട് തീർന്നു. എന്തിനേറെ പറയണം, നമ്മുടെ ഈ കൊച്ചു കേരളം പോലും ഈ നിലയിൽ ഉന്നതമായ വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് എത്തുവാൻ ഇടയായി തീർന്നതിന് കാരണം ഈ വിശുദ്ധ ഗ്രന്ഥം ഇവിടെ എത്തി എന്നുള്ളതാണ്. നിങ്ങൾ ചരിത്രം പഠിക്കുന്നുവെങ്കിൽ മനസ്സിലാകും. മിഷണറിമാരുടെ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ കേരളത്തിലെ മിഷണറിമാരുടെ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു.
വിശദീകരിക്കുകയാണ്. അങ്ങനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുക, കേരളത്തിൽ ആദ്യത്തെ പത്രം അച്ചടിച്ചിറക്കിയത് ക്രൈസ്തവ മിഷണറിമാരാണ്. കേരളത്തിലെ ആദ്യത്തെ നിഘണ്ടു അച്ചടിച്ചിറക്കിയത് ക്രൈസ്തവ മിഷണറിമാരാണ്. എന്തിനേറെ പറയണം, നമ്മൾ ഓരോരുത്തരും എഴുത്തും വായനയും പഠിച്ചതിന് കാരണം ഈ പുസ്തകം നമ്മുടെ നാട്ടിൽ എത്തിയത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു കാലഘട്ടത്തിൽ ജാതിയിൽ മുന്തിയവർക്ക് മാത്രം വിദ്യാഭ്യാസം നിലനിന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. അയ്യോ, നിങ്ങൾ മുന്തിയ കുലത്തിലാണ് ജനിച്ചതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എഴുത്തും വായനയും പറയുവാൻ പഠിപ്പിക്കുവാനുള്ള സൗകര്യമുണ്ടായിരുന്നുള്ളൂ. പാവപ്പെട്ടവന് എഴുത്തും വായനയും ഒക്കെ നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാമോ, ഇന്ന് നാം എല്ലാവരും ആംഗ്ലേയ ഭാഷയിൽ സ്കൂൾ എന്ന് വിളിക്കുന്ന നമ്മുടെ കലാലയത്തെ പണ്ട് വിളിച്ചിരുന്നത് പള്ളിക്കൂടം. എന്താ ഈ പള്ളിക്കൂടത്തിൻ്റെ ആശയം നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ കടന്നു വന്ന് പാതിരിമാർ, മിഷണറിമാർ അവരുടെ പള്ളിയോട് ചേർന്ന് ചായ്പിറക്കി അതിനകത്ത് വൈകുന്നേരത്ത് പണി കഴിഞ്ഞു വരുന്ന പാവപ്പെട്ടവനായ കറുത്തവനെയും വെളുത്തവനെയും ജാതി നോക്കാതെ മതം നോക്കാതെ വിളിച്ചിരുത്തി ആയും ഈയും തായും ഒക്കെ എഴുതാനായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് പള്ളിക്കൂടങ്ങൾ ഇവിടെ ഉണ്ടാകുവാനിടയായി തീർന്നതിന് കാരണം. അപ്പോൾ സാരാംശം എന്ന് പറയുന്നത്, ബൈബിൾ എവിടെയൊക്കെ എത്തിയോ അവിടെയൊക്കെ മാറ്റമുണ്ടായി എന്നുള്ളതാണ്. ബൈബിൾ എവിടെയൊക്കെ എത്തിയോ അവിടെയൊക്കെ മാറ്റം മുഴങ്ങുവാനിടയായിട്ട് തീർന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ബൈബിൾ ആൾക്കാരെ സ്വാധീനിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ബൈബിളിനെ നശിപ്പിക്കുവാൻ എത്രയോ പേർ ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നിങ്ങൾ ചരിത്രം ഒന്ന് പിന്നോട്ട് പരതി നോക്കിയാൽ ഈ പുസ്തകത്തെ ഈ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കുവാൻ അവരുടെ ജീവിതത്തിൽ വളരെ വലിയ ത്യാഗം ചെയ്ത ഒട്ടനേകം പേരുണ്ട്. അവരുടെ ജീവിതം മുഴുവൻ ഈ പുസ്തകം നശിപ്പിക്കുവാൻ വേണ്ടി മാറ്റിവെച്ച ഒട്ടനേകം പേരുണ്ട്. അതിൽ പ്രധാനിയായിരുന്നു വോൾട്ടയർ എന്ന് പറയുന്ന മനുഷ്യൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിന്നിലെ തൂലിക യോദ്ധാവായിരുന്നു സർ വോൾട്ടയർ എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ ഈ പുസ്തകത്തെ ഈ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കുവാൻ വേണ്ടി തൻ്റെ ജീവിതത്തിൽ വളരെ വലിയ ശ്രമങ്ങൾ നടത്തി, പ്രഖ്യാപനങ്ങൾ നടത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എത്രയേ ഉള്ളൂ. ബൈബിൾ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം മാറ്റമുണ്ടാക്കുന്ന ഗ്രന്ഥമാണ്. കറുത്തവനെയും വെളുത്തവനെയും ജാതിയിൽ മുന്തിയവനെയും ജാതിയിൽ താഴ്ന്നവനെയും യാതൊരുവിധമായ ക്വാളിറ്റികളും നോക്കാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ ജീവിതത്തെ തിന്മയെ ചൂണ്ടിക്കാണിച്ച് ഈ സത്യവാനായ നസ്രത്തുകാരനായ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തി തരുന്ന അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. അതുകൊണ്ട് ഈ ഗ്രന്ഥം ഒരിക്കലെങ്കിലും വാങ്ങി വായിക്കണമെന്ന് ശുപാർശ ചെയ്തുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുകയാണ്. ഈ ബൈബിളിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചവരെയെല്ലാം തല കുനിച്ചുകൊണ്ട് ബൈബിൾ ഇന്നും ജൈത്രയാത്ര തുടരുകയാണ്. ബൈബിളിനെ അനുഗമിച്ച് അനുയായികളെ നശിപ്പിക്കുവാൻ എത്രയോ പേർ ശ്രമിച്ചിട്ടുണ്ട്. സാധാരണ ഞങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കുമ്പോൾ സാധാരണ പറയാറുണ്ട്, ഈ ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് കൊന്ന് 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 വളർന്നു വന്ന പ്രസ്ഥാനമല്ല, ഇത് ചത്ത് 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 മുൻപോട്ട് പോയ പ്രസ്ഥാനമാണ്. എന്തിനാണെന്നറിയാമോ അങ്ങനെ പറയുന്നത്? എത്രയോ ക്രൈസ്തവ ഭക്തന്മാരെ കൊന്നു മുടിച്ചിട്ടുണ്ടെന്നറിയാമോ? എത്രയോ ക്രിസ്ത്യാനികളെ ഈ ബൈബിൾ കൊണ്ടു നടന്നു എന്ന ഒറ്റ കാരണത്താൽ കൊന്നിട്ടുണ്ട്. ഒറീസയുടെ മണ്ണിലേക്ക് കടന്നു വന്ന ഗ്രഹാം ഷെയ്ൻസിനെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും അഗ്നിക്കിരയാക്കിയില്ലേ? അങ്ങനെ എത്രയോ പേർ ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ സത്യത്തിന്റെ വക്താക്കളായി ജീവിക്കുന്നു എന്ന് പറയുന്നത് ലോകത്തിന് അത്ര സഹിക്കുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾ സത്യത്തിന്റെ സാക്ഷികളാണെന്ന് പറയുമ്പോൾ ലോകം അത് പൊതുവെ അംഗീകരിക്കാറില്ല. ഇത് പ്രസംഗിക്കുന്നിടത്തൊക്കെ ആൾക്കാർ പറയും, ഇത് പ്രസംഗിക്കേണ്ട, ഇത് മതം മാറ്റുന്ന പരിപാടിയാണ് എന്ന്. നിങ്ങൾക്കറിയാമോ, ഇത് മതം മാറ്റുന്ന പരിപാടിയല്ല. പിന്നെ എന്താ ഈ വചനം ചെയ്യുന്നത്? പിന്നെ എന്താ ഈ സത്യവാൻ ചെയ്യുന്നത്? ഈ സത്യവാനായ ക്രിസ്തു ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മതം മാറ്റുകയല്ല, മനം മാറ്റുകയാണ്. ജീവിതത്തിൽ യാതൊരുവിധമായ പ്രതീക്ഷയും ഇല്ലാതെ ജീവിതം നശിപ്പിച്ചു കളയുവാൻ ശ്രമിക്കുന്ന ഒരു കയറിൻ്റെ അറ്റത്ത് എങ്ങനെയെങ്കിലും ജീവിതം തീർക്കാമെന്ന് വിചാരിച്ച് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുക, അധ്വാനിക്കുന്നവനാണോ ഭാരം ചുമക്കുന്നവനാണോ വരിക, ഈ സത്യവാനായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക്, അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന്റെ ജീവിതത്തിന്റെ മനസ്സിന് രൂപാന്തരം വരുത്തുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. അതുകൊണ്ട് ഈ സത്യവാനായ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന ഗ്രന്ഥം സത്യമെന്ന് പറഞ്ഞുകൊണ്ടും ഈ സത്യഗ്രന്ഥം നിങ്ങൾ ഒരിക്കലെങ്കിലും വായിക്കണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടും ഞാൻ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ഒന്ന്, യേശുക്രിസ്തുവിനെ കുറിച്ച് സത്യവാനാണ് എന്ന് ചരിത്രം സാക്ഷ്യം പറയുന്നു. 2, യേശുക്രിസ്തുവിനെ കുറിച്ച് അവതരിപ്പിക്കുന്ന വിശുദ്ധ വേദപുസ്തകം അത് സത്യമാണ്. ആ വേദപുസ്തകം ആവർത്തിച്ച് യേശുക്രിസ്തു സത്യവാനാണ് എന്നും വിശുദ്ധ വേദപുസ്തകം സത്യമാണ് എന്നും പ്രസ്താവിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം തന്നെ 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന്. ആരാണെന്നറിയാമോ? 33 വയസ്സുകാരനായി ഈ ഭൂമിയിൽ അവതരിച്ച് ജനിച്ച് ജീവിച്ച് മുൻപോട്ട് പോയ ഈ വ്യക്തിത്വത്തെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുകയാണ്.
കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എനിക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. യേശുക്രിസ്തു ഒരു പ്രത്യേക സമയത്ത് പൊട്ടിമുളച്ചു വന്ന ഒരു അവതാര പുരുഷനല്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, ഒരു മാലയുടെ മുത്തുകോർക്കുന്നത് പോലെ ഒരു ആശയത്തെ വിശദീകരിക്കുന്നുണ്ട്. ആ ആശയം എന്ന് പറയുന്നത് ഈ അനുഗ്രഹീതനായ വ്യക്തിത്വം ഒരുക്കുന്ന രക്ഷാപദ്ധതിയെക്കുറിച്ചും രക്ഷകനായ ക്രിസ്തുവിനെ കുറിച്ചുമാണ്. ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായ വ്യക്തിത്വത്തെ അവതരിപ്പിക്കുന്നത് പാപികളുടെ രക്ഷകൻ എന്നുള്ള നിലയിലാണ്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ആ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു പ്രത്യേക സമയത്ത് ഉണ്ടായി വന്നയാള് എന്നല്ല, മറിച്ച് അദ്ദേഹം മുന്നമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്യം എടുത്തു പറഞ്ഞ് ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ക്രിസ്തു യേശു ക്രിസ്ത്യാനികളെ രക്ഷിക്കുവാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഈ ഗാന്ധി പാർക്കിൽ നിന്നുകൊണ്ട് ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയില്ലായിരുന്നു. ഞാൻ എന്തിനാണ് ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്? ഈ ക്രിസ്തുവിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തെ കുറിച്ച് എഴുതുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാ, ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി വന്നു. ഓ, ഇതുപോലെ ആരുണ്ട് പ്രിയ സ്നേഹിതരെ? ലോകത്തിലെ ചരിത്രം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കണം. പാപിയെ രക്ഷിക്കുവാൻ വേണ്ടി വന്ന് ഒരാളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, യേശു ക്രിസ്തു ഒഴികെ. അപ്പോൾ ഈ സത്യവാനായ ദൈവം, സത്യമായി അവതരിച്ചിരിക്കുന്ന ദൈവം, സത്യമായി നമ്മുടെ ഇടയിൽ പാർത്തിരിക്കുന്ന ദൈവം ഈ ഭൂമിയിൽ വന്നത് പാപിയായ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അസത്യവാദികളായിരുന്ന് അസത്യം മാത്രം സംസാരിച്ചിരുന്ന് അയ്യോ കൊലയും കൊലപാതകവും കൊള്ളരുതായ്മയും മാത്രം ചെയ്തിരുന്ന് എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ പ്രപഞ്ച സൃഷ്ടികർത്താവായ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവം മനുഷ്യനായി അവതരിച്ച വ്യക്തിത്വമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്നു എന്ന്. ലോകത്തിലേക്ക് വന്നു എന്ന് പറയണമെങ്കിൽ ഇദ്ദേഹം മുന്നമേ എവിടെയോ ഉണ്ടായിരുന്നു എന്ന. അതിനെ കുറച്ചുകൂടെ ഈ ആശയത്തെ സമ്പുഷ്ടമാക്കുവാൻ അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകട്ടെ. അവിടെ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണ്. ഇതുപോലെ പ്രിയമുള്ളവരെ, ദൈവമായിരുന്ന ഒരു വ്യക്തിത്വം ഈ ഭൂമിയിലേക്ക് അവതാരം ചെയ്തിട്ടുണ്ടോ? യേശുക്രിസ്തു അല്ലാതെ, യേശുക്രിസ്തു അല്ലാതെ, യേശുക്രിസ്തു അല്ലാതെ ഇതുപോലെ ഒരു വ്യക്തിത്വം ഈ ഭൂമിയിൽ ഉദയം ചെയ്തിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല, ഇല്ല, ഇല്ല. ഇതുപോലെ വേറൊരാളത്വം ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ യേശുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഈ ഗാന്ധി പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് വിവരക്കേട് വിളിച്ചു പറയുകയല്ല. കഴിഞ്ഞ ദീർഘനാളുകളായി പാപത്തിന്റെ മട്ടു വലിച്ചു കുടിച്ച് പാപത്തെ രസിച്ചിരുന്ന എന്നെ, പാപത്തെ രസിച്ചിരുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരന്മാരെ അതിൽ നിന്ന് ഉദ്ധരിച്ചത് യേശുക്രിസ്തുവിന്റെ മതമല്ല, മറിച്ച് യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി. യേശുക്രിസ്തുവിന്റെ മതം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും ക്രിസ്തീയ മതം യേശുക്രിസ്തു സ്ഥാപിച്ചതാണെന്ന്. അല്ല, യേശുക്രിസ്തുവിന്റെ മതം എന്ന് ഞാൻ പറയുവാൻ കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. പിന്നെ ആരാണ് മതം സ്ഥാപിച്ചത്? ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാകും. പക്ഷെ യേശുക്രിസ്തു എന്താ ചെയ്തെന്നറിയാമോ? യേശുക്രിസ്തു പാപിയെ രക്ഷിച്ചു എന്നുള്ളതാണ്. യേശുക്രിസ്തു പാപിയെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, നാളെയെക്കുറിച്ചൊരു പ്രതീക്ഷയുമില്ലാതെ, നാളെയെക്കുറിച്ചൊരു ചിന്തയുമില്ലാതെ, അയ്യോ നാളെയെക്കുറിച്ച് വ്യാകുലപ്പെട്ട്, നാളെയെക്കുറിച്ച് നിരാശപ്പെട്ട്, നാളെ എങ്ങനെ മുൻപോട്ട് പോകുമെന്നറിയാതെ പതറി നിൽക്കുന്ന എൻ്റെ ബഹുമാന്യ സ്നേഹിത, താങ്കളുടെ ജീവിതത്തിൽ ലക്ഷ്യബോധം നൽകാൻ കഴിയുന്ന, താങ്കളുടെ ജീവിതത്തിൽ സമാധാനം നൽകുവാൻ കഴിയുന്ന, താങ്കളുടെ ജീവിതത്തിൽ സ്വസ്ഥത നൽകുവാൻ കഴിയുന്ന വ്യക്തിത്വമാണ് കർത്താവായ യേശുക്രിസ്തു. ഒരിക്കലൊരു മനുഷ്യൻ തൂങ്ങാൻ വേണ്ടി കയറെടുത്ത്, ഒരു ലോഡ്ജിൽ മുറിയെടുത്തിട്ട് ഫാനിൽ കയറിയിട്ട് തൂക്കി തൂങ്ങാൻ വേണ്ടി അദ്ദേഹം എല്ലാം ഒരുക്കി. തൂങ്ങാൻ വേണ്ടി അദ്ദേഹം ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടു. ചെയറിന്റെ പുറത്ത് കയറി നിന്ന് കഴുത്ത് ആ കയറിനകത്തോട്ട് വെച്ചു. കയറിനകത്തോട്ട് വെച്ചപ്പോഴാണ് അദ്ദേഹം കണ്ടത് താഴെ ഒരു ബൈബിളിന്റെ ഒരു പ്രതി ഇരിക്കുന്നു. ഈ ബൈബിളിന്റെ ഒരു പ്രതി. അദ്ദേഹം എല്ലാം കയറ് തന്റെ കഴുത്തിൽ നിന്ന് എടുത്ത് താഴെ ഇറങ്ങി ബൈബിളിന്റെ പ്രതി എടുത്തു വായിച്ചു. ആ ബൈബിളിന്റെ പ്രതിയിൽ അദ്ദേഹം എടുത്തു വായിച്ച വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അയ്യോ പ്രിയ സ്നേഹിതരെ, ഈ യേശുവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യേശു ഒരാളെ തന്റെ അനുയായിയാക്കി തീർക്കുന്നത് വാളെടുത്ത് അവനെ കൊന്ന്, അവന്റെ വേണ്ടപ്പെട്ടവരെ കൊന്ന് നിഗ്രഹിച്ച് അവർക്കെല്ലാം തിന്മ വരുത്തി അവനെ അവന്റെ അനുയായികയാക്കി മാറ്റുകയല്ല, മറിച്ച് യേശുക്രിസ്തു പറയുക, സമാധാനം നിങ്ങൾക്ക് തരുന്നു. അയ്യോ പ്രതീക്ഷയില്ലാത്തവരാണോ നിങ്ങൾ?
പ്രത്യാശയില്ലാത്തവരാണോ നിങ്ങൾ? സമാധാനമില്ലാത്തവരാണോ നിങ്ങൾ? ജീവിതത്തിൽ സമാധാനവും പ്രത്യാശയും പ്രതീക്ഷയും നൽകുവാൻ കെൽപ്പുള്ള ദൈവമാണ് ഈ സത്യവാനായ കർത്താവായ യേശു ക്രിസ്തു. ആ മനുഷ്യൻ മാനവജാതിയെ മുഴുവൻ സ്നേഹിച്ചു എന്നുള്ളതാണ്. എല്ലാവരെയും സ്നേഹിച്ചു. ക്രിസ്ത്യാനികളെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ വിഭാഗക്കാരെയും ഒരുപോലെ സ്നേഹിച്ചു. കറുത്തവനെയും പണ്ഡിതനെയും പാമരനെയും വെളുത്തവനെയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു. എന്താ ഈ ദൈവം മാനവജാതിയെ മുഴുവൻ സ്നേഹിച്ചിട്ട് ചെയ്തത്? യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. ശ്രദ്ധിക്കണേ, അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാ: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചു എന്ന. ഭാര്യ നിങ്ങളെ സ്നേഹിക്കുവാൻ പരാജയപ്പെടുന്നിടത്ത്, മക്കൾ നിങ്ങളെ സ്നേഹിക്കുവാൻ പരാജയപ്പെടുന്നിടത്ത്, ബന്ധുക്കൾ നിങ്ങളെ സ്നേഹിക്കുവാൻ പരാജയപ്പെടുന്നിടത്ത്, ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കുവാൻ പരാജയപ്പെടുന്നിടത്ത്, മാതാപിതാക്കൾ നിങ്ങളെ സ്നേഹിക്കുവാൻ പരാജയപ്പെടുന്നിടത്ത്, പ്രിയ സ്നേഹിത, ഇവിടെ ഇതാ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ അണ്ടകടാകത്തെ മുഴുവൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവം, പ്രപഞ്ചത്തിന്റെ കാരണഭൂതനായ ദൈവം, ഉണ്ടാകട്ടെ എന്ന ഒറ്റവാക്കിനാൽ സകല ചരാചരത്തെയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവം ഗാന്ധി പാർക്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിത, താങ്കളെ സ്നേഹിക്കുന്നു. താങ്കളെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുക. ദൈവം സ്നേഹിക്കുക. അതെങ്ങനെ മനസ്സിലാകും? ദൈവം സ്നേഹിക്കുന്നെന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ? ദൈവം സ്നേഹിക്കുന്നെന്ന് വെറുതെ പറഞ്ഞു വിട്ടാൽ മതിയോ? അതെങ്ങനെ ദൈവം വെളിപ്പെടുത്തിയെന്ന് അറിയാമോ? ഇന്നേക്ക് ഏകദേശം 2000 വർഷത്തിന്റെ പിന്നിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് പുറകിലേക്ക് ഓടിച്ചാൽ, ചരിത്രത്തിന്റെ താളുകൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ, നിങ്ങൾക്ക് ഈ മനുഷ്യന്റെ ക്രൂരമായ മരണം നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏകദേശം 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. രാഷ്ട്രീയ കോടതിയും മതകോടതിയും മാറി മാറി യേശുവിനെ വിസ്തരിച്ചു. ഓരോ കോടതിയും പറഞ്ഞെന്നറിയാമോ? ഓരോ കോടതിയും പറഞ്ഞത് ഇവൻ കൊള്ളരുതാത്തവനെന്നല്ല, ഇവൻ മോഷ്ടാവെന്നല്ല കോടതി വിധിച്ചത്. പിന്നെ എന്താ പറഞ്ഞത്? ഇവൻ മരണകാരണമായതൊന്നും ചെയ്തിട്ടില്ല. ഓരോ കോടതിയും യേശുവിനെ കുറിച്ച് പറഞ്ഞത് മരണകാരണമായതൊന്നും ഇവൻ ചെയ്തിട്ടില്ല. ഗാന്ധി പാർക്കിൽ കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്ക്. 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു തെറ്റും ഇവൻ ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും അവസാനം പീലാത്തോസ് എന്ന് പറയുന്ന രാജാവ് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് തന്റെ കൈ കഴുകിക്കൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുകയാണ്: ഈവന്റെ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ദൈവം നിങ്ങളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അതത്ര എളുപ്പകരമായിരുന്നില്ല. ദൈവം താങ്കളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അത് ഒറ്റ വാക്കിലൂടെ പറഞ്ഞു തീർത്തൊരു വാചകമല്ല. പിന്നെ എന്താ ദൈവം ചെയ്തത്? തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി കൊന്നുകളയുവാനിടയായി തീർന്നു. ഓരോ കോടതിയും തെറ്റുകാരനല്ല എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടും യേശുക്രിസ്തു മരിക്കുവാനിടയായി തീർന്നു. പ്രിയ സ്നേഹിതരെ, യേശുക്രിസ്തു മരിക്കുവാനിടയായി തീർന്നു. നിങ്ങളുടെ വീടുകളിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടർ ഉണ്ടല്ലോ, ആ കലണ്ടറിൽ യേശുവിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കലണ്ടറിൽ യേശുവിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസമാണ്. ആ ദുഃഖ വെള്ളിയാഴ്ച എന്താ സംഭവിച്ചത്? റോമൻ നീതിപീഠം തെറ്റുകാരനല്ല എന്ന് വിധിച്ച, ഞങ്ങൾ പ്രസംഗിക്കുന്ന ലോകമാനവജാതിയുടെ രക്ഷകനായിരിക്കുന്ന, പാപത്തിൽ നിന്ന് മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഉദയം ചെയ്ത അനുഗ്രഹീതനായ വ്യക്തിത്വമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മരണമാണ് ലോകം ദുഃഖമായിട്ട് ആചരിക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ച. എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത നൽകുവാൻ. അയ്യോ പ്രിയ സ്നേഹിത, താങ്കളുടെ ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും നൽകുവാൻ. താങ്കളുടെ 5 പൈസയും ദൈവത്തിന് ആവശ്യമില്ല. താങ്കളുടെ ഒരു വഴിപാടും ദൈവത്തിന് ആവശ്യമില്ല. താങ്കളുടെ മനസ്സ് ദൈവത്തിന് ആവശ്യമാണ്. താങ്കളെ ജീവിതത്തിൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം തൻ്റെ പുത്രനെ ഈ കൊലക്കേൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. ഏറ്റവും നിന്ദ്യമായ മരണം യേശുക്രിസ്തു വരിച്ചു. ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത് മതമല്ല, ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത് വഴിപാടുകളല്ല, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഇവിടുത്തെ തത്വ സംഹിതകളല്ല, മറിച്ച് പാലസ്തീന്റെ വീരന്മാരിൽ മരിച്ച ഈ 33 വയസ്സുകാരനായ സത്യവാനായ ദൈവമാണ്. അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിച്ചത് കൊണ്ട് ഞങ്ങളുടെ പ്രസംഗം തീരുന്നില്ല. അദ്ദേഹം മരിക്കുക മാത്രമേ ചെയ്തുള്ളൂ ആയിരുന്നുവെങ്കിലും ഞങ്ങൾ ഈ ക്രിസ്തുവിനെ കുറിച്ച് പാടുകയില്ല, പ്രസംഗിക്കുകയില്ല. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ ഒട്ടനേകം പേർ മരിച്ചിട്ടുണ്ട്. ഈ ഗാന്ധി പാർക്ക് എന്ന് പറയുന്നത്
ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം നൽകി തന്ന് മഹാത്മാഗാന്ധിജിയെ കുറിച്ച് ഓർപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ 1948 ജനുവരി മാസം 30 ഗാന്ധിജി പട്ടേലുമായി സംസാരിച്ചിട്ട് ഞാൻ പോയി മടങ്ങി വരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പട്ടേൽ വിളിച്ചു ചോദിക്കുന്നുണ്ട്, എത്ര മണിക്കൂർ സംസാരിക്കുവാൻ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്? അപ്പോൾ ഗാന്ധിജി പറയുന്നു 3 മണിക്കൂർ. 3 മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും മടങ്ങി വരും. രാജ്യത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിക്കണമെന്ന് പറഞ്ഞ് ഗാന്ധിജി നേരെ തൻ്റെ വീട്ടിൽ നിന്നിറങ്ങുകയാണ്. തൻ്റെ വീട്ടിൽ നിന്നിറങ്ങി തൻ്റെ പൂങ്കാവനത്തിലേക്ക് ഏകദേശം 5 പടികൾ കയറി പോകണമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ 5 പടികൾ ചവിട്ടി അദ്ദേഹം മുൻപോട്ട് പോകുകയാണ്. അദ്ദേഹത്തെ കാണാനായിട്ട് 250-ലധികം ആൾക്കാർ നിൽപ്പുണ്ട്. ചിലർ അവിടെ നിന്ന് കൈകൂപ്പുന്നുണ്ട്, ഇദ്ദേഹം തിരിച്ച് കൈകൂപ്പുന്നു. ചിലർ വന്ന് അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് തൊഴുന്നുണ്ട്, അദ്ദേഹം അത് ആശീർവദിച്ച് മുൻപോട്ട് പോകുക. അങ്ങനെ അദ്ദേഹത്തെ തൊട്ടു തൊഴാനെന്നുള്ള വ്യാജേനെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്ന് കുമ്പിട്ട് അദ്ദേഹം ആ കുമ്പിട്ടവനെ ആശീർവദിക്കുവാൻ വേണ്ടി പോകുമ്പോൾ ആ കുമ്പിട്ടവൻ തൻ്റെ കരയിലിരുന്ന റിവോൾവർ എടുത്ത് ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ മഹാത്മാവെന്ന് നമ്മൾ പറയുന്ന ഗാന്ധിജിയെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. യേശുക്രിസ്തു അങ്ങനെ ഒരു വീരമൃത്യു വരിച്ചയാളല്ല. യേശുക്രിസ്തുവിന്റെ ചരിത്രം ഗാന്ധിജിയുടെ ചരിത്രം പോലെ മരണം കൊണ്ട് തീർന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയില്ലായിരുന്നു. പിന്നെ എന്താ ഈ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാനുള്ള കാരണം? അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കലണ്ടറാണ്. നമ്മുടെ കലണ്ടറിൽ യേശുക്രിസ്തുവിന്റെ മരണം ദുഃഖവെള്ളിയാഴ്ചയായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ കൊണ്ട് യേശുവിന്റെ ചരിത്രം തീർന്നില്ല. ശ്രദ്ധിക്കണം, ലോകത്തെ കിടുകിട വിറപ്പിച്ച വമ്പന്മാരുടെയും ലോകത്തിലെ പ്രഗത്ഭന്മാരായ എഴുത്തുകാരായിരിക്കുന്ന സോക്രട്ടീസിനെ പോലുള്ള അരിസ്റ്റോട്ടിനെ പോലുള്ള താത്വികന്മാരുടെയും കല്ലറകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടഞ്ഞു കിടക്കുമ്പോൾ പാലസ്തീന്റെ വിഹിമാറിൽ ഒരു കല്ലറ തുറന്നു കിടപ്പുണ്ട്. നമ്മുടെ വീടുകളിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടർ യേശുക്രിസ്തുവിന്റെ ദുഃഖവെള്ളിയാഴ്ച, യേശുക്രിസ്തുവിന്റെ മരണം ദുഃഖവെള്ളിയാഴ്ച എന്ന് പരിചയപ്പെടുത്തി അവിടം കൊണ്ട് യേശുവിന്റെ ചരിത്രം തീർക്കുന്നില്ല. പിറ്റേ ദിവസം ശനിയാഴ്ച, ഞായറാഴ്ച ദിവസത്തെ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഞായറാഴ്ച ദിവസത്തെ പറയുന്നത് ഈസ്റ്റർ എന്നാണ്. ഈസ്റ്റർ. ഗാന്ധിജിയുടെ മരണം കഴിഞ്ഞിട്ടൊരു ദിവസം കലണ്ടറില്ല ഗാന്ധിജിയെ കുറിച്ച് പറയുവാൻ. മഹാനായ സോക്രട്ടീസിന്റെ മരണം കഴിഞ്ഞിട്ടൊരു ദിവസം അദ്ദേഹത്തെ കുറിച്ച് പറയുവാനില്ല. അരിസ്റ്റോട്ടിന്റെയും പ്ലേറ്റോയുടെയും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇന്ത്യക്ക് വേണ്ടി പടപൊരുതിയ, എന്തിനേറെ പറയണം, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന, ലോകത്തുനിന്ന് മരണം മുഖേന മാറ്റപ്പെട്ട അവരുടെ എല്ലാം ചരിത്രം മരണം കൊണ്ട് തീർന്നു പ്രിയ സ്നേഹിതരെ. എന്നാൽ യേശുവിന്റെ മരണം ദുഃഖവെള്ളിയാഴ്ച കൊണ്ട് അവസാനിച്ചില്ല. പാലസ്തീന്റെ വീരന്മാരിൽ ഒരു കല്ലറ തുറന്നു കിടപ്പുണ്ട്. അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഹി ഈസ് നോട്ട് ഹിയർ, ഹി ഹാസ് റിസൺ. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ യേശുവിന് മാത്രമുള്ള പ്രത്യേകതയാണ്. ഇവൻ സത്യവാനായ ദൈവമെന്ന് ലോകത്തിന്റെ മുമ്പാകെ ഞങ്ങൾ വളരെ ആവേശത്തോടുകൂടെ വിളിച്ചു പറയുന്നതിന് പിന്നിലെ ചേതോവികാരം എന്ന് പറയുന്നത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് മറ്റൊരു വ്യക്തിത്വമില്ല, യേശുക്രിസ്തു ഒഴികെ. യേശുക്രിസ്തു ഒഴികെ വേറൊരാളില്ല. പ്രിയ സ്നേഹിത, താങ്കളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു തോറ്റു തുന്നം പാടി മരിച്ച് കല്ലറ കൊണ്ട് അവസാനിച്ചയാളല്ല. താങ്കളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ താങ്കളുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുവാൻ കഴിവുള്ളവനാണ് എന്ന് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് തിരികെ വന്ന് തെളിയിച്ചയാളാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ പിടിക്കും, നിങ്ങൾ എന്നെ കൊല്ലും, പക്ഷേ ഞാൻ 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് യേശുവിന്റെ കല്ലറയ്ക്ക് ചുറ്റും കാവൽ നിർത്തിയിരുന്നു, മുദ്ര വെച്ചിരുന്നു. ഇതെല്ലാം ശരിയാ. പക്ഷെ അതിനെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തു എന്ന് പറയുന്ന ക്രൈസ്തവ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഈ സത്യദൈവം മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്ന് ഈ അനന്തപുരിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എന്തിനാ? ജീവിതത്തിൽ സമാധാനം വേണോ? സ്വസ്ഥത വേണോ? പ്രത്യാശ വേണോ?
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ശുഭകരമായ ഒരു ഭാവി വേണോ? വരിക യേശുവിൻ്റെ അടുക്കിലേക്ക്. പൈസയൊന്നും യേശുവിന് വേണ്ട, നിങ്ങളുടെ 5 പൈസയും യേശുവിന് വേണ്ട. പക്ഷെ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു സൂക്തം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ബൈബിൾ പറയുന്നത്: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഈ നാമമല്ലാതെ വരുമോ? ഈ നാമത്തിന്റെ അടുക്കലേക്ക്, ഈ സത്യവാനായ ദൈവത്തിന്റെ അടുക്കലേക്ക്, ജീവിതം സത്യമായി തീർന്ന, ജനനവും ജീവിതവും മരണവുമെല്ലാം സത്യത്തിന്റെ മകുടമായി മാറിയ ഈ അനുഗ്രഹീതനായ വ്യക്തിത്വത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് വരുവാൻ മനസ്സുണ്ടോ? അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പൈസ വേണ്ട, പേര് മാറണ്ട. പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുമോ? നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുമോ? അല്ലയോ പ്രിയ സ്നേഹിത, പാപത്തിൽ രസിച്ച് പാപത്തിന്റെ ആ വഷളത്വം വല്ലാതെ ആസ്വദിച്ച് പാപത്തിൽ ജീവിക്കുന്ന താങ്കളെ സ്നേഹിക്കുന്ന ഒരു ദൈവമേ ഈ ലോകത്തിലുള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. നിങ്ങൾ എത്ര വലിയ പാപിയാണെങ്കിലും, എന്താ പാപമെന്ന് പറഞ്ഞാൽ കൊലപാതകം, മോഷണം, പിടിച്ചുപറി, നിങ്ങൾ എത്ര വലിയ മോശമായി ജീവിക്കുന്നയാളാണെങ്കിലും, നാട്ടുകാർക്കും വീട്ടുകാർക്കും താങ്കളൊരു തലവേദനയാണെങ്കിലും, ബൈബിൾ പറയുന്നു താങ്കളെ ദൈവം സ്നേഹിക്കുന്നു. യേശുവിന്റെ രക്തം താങ്കളുടെ പാപം പോക്കി ശുദ്ധീകരിക്കുവാൻ കഴിവുള്ള രക്തമാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ യേശുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കണം. യേശുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കണം. യേശുവിനോട് പറയണം: യേശുവേ, ഞാനൊരു പാപിയാണ്, ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്തവനാണ് ഞാൻ, പ്രത്യാശയില്ലാത്തവളാണ് ഞാൻ, എൻ്റെ ജീവിതം എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് അറിഞ്ഞുകൂട്, ഞാൻ പാതാളത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവനാണ്, എന്നെ അവിടെ നിന്ന് സ്നേഹിക്കുന്നു, ഞാൻ അവിടത്തേക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ പ്രാർത്ഥനാ വാചകം ഞാനൊന്ന് പറഞ്ഞു തരികയാണ്. ലളിതമായ പ്രാർത്ഥനാ വാചകം. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് താങ്കൾ ആരോ ആയിക്കൊള്ളട്ടെ, ഏത് മതവിശ്വാസിയായിക്കൊള്ളട്ടെ, ഏത് ചിന്താഗതിക്കാരനോ ആയിക്കൊള്ളട്ടെ, മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ജീവിതത്തെ സമാധാനം, സ്വസ്ഥത എങ്ങനെ നേടുന്നതിനെക്കുറിച്ചും താങ്കൾ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ താങ്കൾക്ക് മനസ്സിലാക്കി തരുവാൻ കഴിവുള്ള ദൈവം താങ്കളെ സ്നേഹിച്ചുകൊണ്ട് താങ്കളുടെ അടുക്കലേക്ക് കടന്നു വരുവാൻ ഈ ദൈവം ആഗ്രഹിച്ചിട്ട് താങ്കളോട് പറയുകയാണ്: ഹൃദയത്തിന്റെ കവാടം തുറക്കുമോ? നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ലളിതമായ പ്രാർത്ഥനാ വാചകം ഞാനൊന്ന് പറഞ്ഞു തരാം. ഇങ്ങനെ പ്രാർത്ഥിക്കാമോ? യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിനു വേണ്ടി അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേ എൻ്റെ ദൈവമായി, എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ അങ്ങേക്കായി ജീവിച്ചു കൊള്ളാം. ആമേൻ. യേശുവിനോട് നിങ്ങൾ ഈ ലളിതമായ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നിത്യമായ നരകത്തിലേക്ക്, പാപി ചെല്ലുന്നിടം പാതാളം, ആ പാതാളത്തിലേക്ക് പോകേണ്ടിരുന്ന താങ്കളെ സ്നേഹിച്ചുകൊണ്ട് താങ്കൾക്ക് വേണ്ടി ബലിയായി തീർന്ന ഈ സത്യവാനായ ദൈവപുത്രനായ ക്രിസ്തുവിനെ, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉടമയാക്കി ഇന്ന് തീർക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി, പ്രതീക്ഷയും പ്രത്യാശയും സമാധാനവും സ്വസ്ഥതയും മരണാനന്തര ജീവിതവും നിങ്ങൾക്കുണ്ടാകും. ആ ജീവിതത്തിൽ യേശു കർത്താവ് പറയുകയാണ്: എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എവിടെ? സ്വർഗത്തിൽ. അങ്ങനെ സ്വർഗത്തിൽ ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് എല്ലാവിധമായ കൃപകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അവിടെ ഇവിടങ്ങളായിരുന്നു ഞങ്ങളെ ശ്രദ്ധിച്ച ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ടും ഞങ്ങളിവിടെ പറഞ്ഞ വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ ഇന്ന് രാത്രി 8:30-9 മണി വരെ ഞങ്ങളിവിടെ കാണും. ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അതിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇതിനോടകം നിങ്ങളുടെ കരങ്ങളിൽ കിട്ടിയ ലഘുലേഖയിൽ ഞങ്ങളുടെ വിലാസമുണ്ട്. ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. ഞങ്ങളിവിടെ പറഞ്ഞ വിഷയവുമായിട്ട് എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തെളിയിച്ചു വരുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്നുള്ള യാഥാർത്ഥ്യം ഓർപ്പിച്ചുകൊണ്ടും ശ്രദ്ധിച്ചെല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ടും സർവശക്തനായ ദൈവം, സമാധാനത്തിന്റെ ദൈവം, ശാന്തിയും സ്വസ്ഥയും നൽകുന്ന ദൈവം നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഗ്രഹീതമായ ജീവിതം സംജാതമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ ശക്തമായ ഒരു സന്ദേശം നമ്മളോട് അറിയിക്കുകയായിരുന്നു പ്രിയ ദേവദാസൻ.